ആസ്മ രോഗികൾക്ക് ലൈംഗികമായി ബന്ധപ്പെടുമ്പോൾ എന്തെങ്കിലും കരുതലുകൾ എടുക്കേണ്ടതുണ്ടോ? അഥവാ ലൈംഗികമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ആസ്മ അധികരിക്കുകയും ലൈംഗികത ഇല്ലാതായി പോകുന്നതായ ഒരവസ്ഥ ഉണ്ടാകാറുണ്ടോ? സാധാരണഗതിയിൽ ആസ്മ രോഗികളെ സംബന്ധിച്ചിടത്തോളം അവരെ അലട്ടുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണിത്. കാരണം ലൈംഗികമായി ബന്ധപ്പെടണമെന്നുള്ള ആഗ്രഹം ഉണ്ടാകാം, പക്ഷേ ലൈംഗികമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ശ്വാസം മുട്ട് അനുഭവപ്പെടുന്നു, തുടർന്ന് ബന്ധത്തിലേക്ക് പോകാൻ കഴിയാത്ത അവസ്ഥ വരുന്നു. ഇത്തരം കാര്യങ്ങൾ സ്വാഭാവികമായും കണ്ടുവരുന്നതാണ്. അപ്പോൾ എന്താണ് ഇതിനുള്ള ഒരു പരിഹാര മാർഗം? ലൈംഗികമായി ബന്ധപ്പെടുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? അത്തരം കാര്യം ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ അനുഭവപ്പെടുന്നത്? നമുക്കറിയാം, നല്ലവണ്ണം ഊർജം ആവശ്യമുള്ള ഒരു കാര്യമാണ് ലൈംഗികത. ലൈംഗികമായി ബന്ധപ്പെടുമ്പോൾ വളരെയധികം ഊർജം ഉപയോഗിക്കപ്പെടുന്നുണ്ട്. നല്ലൊരു വ്യായാമം തന്നെയാണിത്. ആസ്മയുള്ള രോഗികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വ്യായാമം ചെയ്യുന്ന ഒരവസ്ഥയിൽ മറ്റു രീതിയിലുള്ള വ്യായാമമായാലും ശരി അവർക്ക് ശ്വാസമുട്ട് അനുഭവപ്പെടാറുണ്ട്. ആ ശ്വാസമുട്ട് അനുഭവപ്പെടുകയാണെങ്കിൽ ലൈംഗികത ഇല്ലാതാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. മാത്രമല്ല, ചില വ്യക്തികളെ ചില ദമ്പതികളെ സംബന്ധിച്ചിടത്തോളം ലൈംഗികത ഒഴിവാക്കേണ്ടതായും വരാറുണ്ട്. ഇത് ദുഃഖകരമായ അല്ലെങ്കിൽ ഉളവാക്കുന്ന ഒരവസ്ഥയാണ്. രണ്ട് വ്യക്തികൾ തമ്മിൽ ലൈംഗികമായി ബന്ധപ്പെടുമ്പോൾ ഒരു വ്യക്തിക്ക് ആസ്മയുണ്ടെങ്കിൽ മറ്റേ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതൊരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് പോകാറുമുണ്ട്. കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം പന്തീർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ്. ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണേഴ്സ് മോഡേൺ മെഡിസിൻ എന്ന അസോസിയേഷൻ്റെ അഖിലേന്ത്യാ ചെയർമാനുമാണ്. ഇവിടെ ആസ്മയെക്കുറിച്ചാണ് നാം സംസാരിക്കാൻ പോകുന്നത്. ആസ്മയും ലൈംഗികതയും. ആസ്മ ഉള്ള രോഗികളെ സംബന്ധിച്ചിടത്തോളം ലൈംഗികമായി ബന്ധപ്പെടണമെന്നുണ്ടെങ്കിൽ ആ ലൈംഗിക ബന്ധത്തിൻ്റെ അവസ്ഥയിൽ അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാരണവശാലും ശ്വാസമുട്ടുണ്ടാകരുത്. ശ്വാസമുട്ടുണ്ടാകുകയാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരവസ്ഥ ഉണ്ടാകും. ഒരിക്കലും ഇങ്ങനെ ശ്വാസമുട്ടുണ്ടായിട്ടുള്ള ഇത്തരം രോഗികൾ, അതായത് ആസ്മ രോഗികൾ, സ്വാഭാവികമായിട്ടും അവർക്കൊരു ഭയപ്പാട് വരുന്നുണ്ട്. ഭയപ്പാട് ഉണ്ടാകുന്നതോടുകൂടി തന്നെ അവർ ലൈംഗികതയെ ഭയപ്പെടുന്നു. അഥവാ ഇനി ലൈംഗികമായിട്ട് ബന്ധപ്പെടേണ്ട, ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്ന ഒരവസ്ഥ കാണപ്പെടുന്നുണ്ട്. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ലൈംഗികമായി ബന്ധപ്പെടുന്നതിന് ക്ലിയർ കട്ട് ആസ്മയാണെങ്കിൽ അതിന് ഇൻഹേലർ പോലെയുള്ള ഔഷധങ്ങൾ ഉപയോഗിച്ച്, അതായത് മൂക്കിൽ കൂടി വലിക്കുന്നതും വായിൽ കൂടി വലിക്കുന്നതുമായിട്ടുള്ള ഇൻഹേലറുകൾ ലഭ്യമാണ്. അത്ര ഇൻഹേലറുകൾ ഒരു 10 മിനിറ്റ് മുമ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇവർക്ക് സുഗമമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുവാൻ കഴിയും. ഇനി ലൈംഗികമായി ബന്ധപ്പെടുന്നതിന് മുമ്പ് ഇൻഹേലർ ഉപയോഗിക്കുന്നതുകൊണ്ട് മറ്റ് ദോഷഫലങ്ങളൊന്നുമില്ല. അതായത് ശ്വാസമുട്ടില്ലെങ്കിൽ കൂടി അത് ഉപയോഗിക്കുന്നത് നല്ലതാണെന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെ ലൈംഗികമായിട്ടുള്ള ഒരു ശേഷിക്കുറവ് ഈ ആസ്മ രോഗികളിൽ കണ്ടുവരുന്നത്? ഒന്ന്, അവരുടെ മാനസികമായിട്ടുള്ള ഒരു ഭയപ്പാട് തന്നെയാണ്. ഇതുകൂടാതെ ഓക്സിജൻ കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട്. അതായത് നമ്മുടെ ലിംഗത്തിലേക്കുള്ള രക്തഓട്ടം ശരിക്ക് വരികയും അതിൽ ആവശ്യത്തിന് ഓക്സിജൻ ഇല്ലെങ്കിൽ വേണ്ടത്ര നൈട്രിക് ഓക്സൈഡ് അതായത് ലിംഗത്തിനുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടാതിരിക്കും. അങ്ങനെ നൈട്രിക് ഓക്സൈഡ് ഉൽപ്പാദിപ്പിക്കപ്പെടാതിരിക്കുകയാണെങ്കിൽ ലിംഗം വികസിക്കുവാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ ലൈംഗികമായിട്ടുള്ള ശേഷിക്കുറവ് ഇത്തരം വ്യക്തികളിൽ കണ്ടുവരുന്നു. ഇനി ഇതല്ലാതെ തന്നെ മറ്റു ചില പ്രശ്നങ്ങളിലേക്കും അത് പോകാറുണ്ട്. ലൈംഗികതയിലേക്ക് നാം തയ്യാറെടുക്കുമ്പോൾ നമ്മുടെ ശാരീരികമായിട്ടുള്ള ഊർജം നല്ല ലെവലിൽ തന്നെ വേണം. സാധാരണഗതിയിൽ ആസ്മ രോഗികൾക്ക് പൊതുവെ ഒരു ക്ഷീണം കാണാറുണ്ട്. അത്തരം ക്ഷീണമുള്ള വ്യക്തികൾക്ക് ലൈംഗികമായി ബന്ധപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനുള്ള ശേഷിക്കുറവ് കാണപ്പെടാറുണ്ട്. ഇനി സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ലൈംഗികമായിട്ടുള്ള താല്പര്യമില്ലായ്മയാണ് ഇതുവഴിക്കുണ്ടാകുന്നത്. പുരുഷനെ സംബന്ധിച്ചിടത്തോളം ലൈംഗികമായിട്ടുള്ള ശേഷിക്കുറവാണ് ഇതുവഴിക്കുണ്ടാകുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇൻഹേലറുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ഇതിന് മാറ്റം വരുത്തുവാൻ കഴിയുന്നുണ്ട്. അതായത് ഒരു 10-15 മിനിറ്റ് മുമ്പ് ഇൻഹേലർ ഉപയോഗിക്കുകയാണെങ്കിൽ. ഇനി ഇതുകൂടാതെ ലൈംഗികമായിട്ടുള്ള പ്രവൃത്തിയിൽ ഏർപ്പെടുന്നതിന് മുമ്പ് തന്നെ നാം ഇൻഹേലർ ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. ചിലർ മരുന്നുകൾ കഴിക്കുന്നതായി കാണാം. അതിന് മുമ്പുള്ള മരുന്നുകളെക്കാളും നല്ലത് ഇൻഹേലറാണെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. ഇനി ആസ്മയ്ക്ക് കഴിക്കുന്ന മരുന്നുകൾ, അതായത് ആസ്മ രോഗികൾ കഴിക്കുന്ന മരുന്നുകൾ ഏതെങ്കിലും രൂപത്തിൽ ലൈംഗികതയെ ബാധിക്കുമോ? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. സാധാരണഗതിയിൽ ലൈംഗികത അവിടെ നിൽക്കട്ടെ, ശ്വാസമുട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദിവസവും മരുന്ന് കഴിക്കേണ്ടി വരാറുണ്ട്, ദിവസവും ഇൻഹേലർ എടുക്കേണ്ടി വരാറുണ്ട്. അസുഖമൊന്നും ഇല്ലെങ്കിൽ തന്നെ അവർ ചില കരുതലുകൾ അതിനുവേണ്ടി നടത്തേണ്ടതുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ആസ്മ വരുന്നത്? അതായത് അലർജി കൊണ്ടാണോ, അതോ മറ്റു രീതിയിലുള്ള അണുബാധ കൊണ്ടാണോ,
വേറെ ഏതെങ്കിലും ജനിതകമായിട്ട് കണ്ടുവരുന്ന ചില പ്രശ്നങ്ങൾ കൊണ്ടാണോ? ഇത്തരം കാര്യങ്ങൾ ആദ്യം വിലയിരുത്തണം. അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് അതിൻ്റെ ചികിത്സയിലേക്ക് പോവുക. ഡോക്ടർമാർ ആസ്മ രോഗികളെ അങ്ങനെ തന്നെയാണ് ചികിത്സിക്കുന്നത്. അപ്പോൾ വെറും അലർജി കൊണ്ടുണ്ടാകുന്ന അസുഖമാണെങ്കിൽ മോണ്ടിലൂക്കാസ്റ്റ് എന്ന് പറയുന്ന ഒരു ഗുളിക ദിവസം ഓരോന്ന് വെച്ച് കഴിക്കുവാൻ, ഇത് അലർജി ഉള്ളവർക്കും ആ ഗുളിക കൊടുക്കാറുണ്ട്, ആസ്മ ഇല്ലാത്തവർക്കും വെറും അലർജി മാത്രമുള്ളവർക്കും കൊടുക്കാറുണ്ട്. ആ ഗുളിക സ്ഥിരമായി കഴിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ലൈംഗിക ശേഷിക്കുറവ് ഉണ്ടാകുന്നതായി കാണപ്പെടുന്നുണ്ട്. മോണ്ടിലൂക്കാസ്റ്റിൻ്റെ ഒരു സൈഡ് ഇഫക്റ്റാണത്. കഴിക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്. ചില രീതിയിൽ അത്തരം ഗുളികകൾ കഴിക്കുന്ന വ്യക്തികൾ ലൈംഗിക ശേഷിക്കുറവുണ്ടെങ്കിൽ അതിന് മാറ്റം വരുത്തേണ്ടതുണ്ട്. ആസ്മയ്ക്ക് ഉപയോഗിക്കുന്ന സാൽബൂട്ടമോൾ പോലെയുള്ള ഗുളികകൾ തീർച്ചയായിട്ടും ലൈംഗിക ശേഷിക്കുറവ് ഉണ്ടാക്കുന്നതായി കാണപ്പെടുന്നുണ്ട്. അങ്ങനെ ലൈംഗിക ശേഷിക്കുറവ് ഉണ്ടാക്കുന്ന വ്യക്തികൾ, അതായത് അത്തരം ഗുളികകൾ കഴിച്ചുകൊണ്ട് ലൈംഗിക ശേഷിക്കുറവ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ ഗുളികകളും ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. പകരം മറ്റു ഗുളികകൾ ഉപയോഗിക്കുവാൻ കഴിയും. ഇതുകൂടാതെ തിയോഫിലിൻ എന്ന് പറഞ്ഞ ഒരു ഗുളികയുണ്ട്. അത് ലൈംഗിക ശേഷിക്കുറവ് ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം തലച്ചോറിനെ ബാധിക്കുന്ന ചില പ്രശ്നങ്ങൾ കൊണ്ടാണ് തലച്ചോറിനെ ആ ഗുളിക ബാധിക്കുന്നുണ്ട്. തലച്ചോറിൽ നിന്നുള്ള ചില സിഗ്നലുകൾ വരാതിരിക്കും. അങ്ങനെ ലൈംഗിക ശേഷിക്കുറവ് ഉണ്ടാകുന്നുണ്ട്. ഇതുകൂടാതെ സ്റ്റീറോയിഡ് ഗണത്തിൽപ്പെട്ട ഗുളികകൾ, സത്യം പറയട്ടെ, ലൈംഗിക ശേഷിക്കുറവ് ഉണ്ടാക്കുന്നതിൽ സ്റ്റീറോയിഡിന് നല്ല പങ്കുണ്ട്. ആസ്മയുള്ള രോഗികളെ സംബന്ധിച്ചിടത്തോളം ഈ സ്റ്റീറോയിഡ് ഗുളികകൾ അവർക്ക് അത്യന്താപേക്ഷിതമാണ് താനും. കാരണം എങ്ങനെയാണ് ആസ്മ ഉണ്ടാകുന്നത്? ശരീരത്തിൽ മ്യൂക്കസ് വന്നടിയുന്നു, അതുപോലെ തന്നെ ശ്വാസകോശത്തിന് കോശങ്ങൾക്ക് വീക്കമുണ്ടാകുന്നു, അവിടെ ഒരു ദ്രാവകം വന്ന് ശ്വാസം എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു. അങ്ങനെ ഈ വീക്കമുണ്ടാകുന്നതിന് ഏറ്റവും വളരെ ഫലപ്രദമായ ഒരു മരുന്ന് തന്നെയാണ് സ്റ്റീറോയിഡ്. അത് ചിലർക്ക് നിരന്തരം ഉപയോഗിക്കേണ്ടി വരാറുണ്ട്, ചിലരെ സംബന്ധിച്ചിടത്തോളം താൽക്കാലികമായി ഉപയോഗിക്കേണ്ടി വരാറുണ്ട്. നിരന്തരം ഉപയോഗിക്കുന്ന വ്യക്തികൾ അത് ടാപ്പർ ചെയ്ത്, അതായത് ഡോസ് കുറച്ച് കൊണ്ടുവന്നിട്ടാണ് നിർത്തേണ്ടത്. അങ്ങനെ നിർത്താതെ ചില വ്യക്തികൾ സ്ഥിരമായി അത് ഉപയോഗിക്കുന്നത് കാണാം. അത് തെറ്റാണ്. അത് ശരീരത്തിൻ്റെ മറ്റ് അവയവങ്ങളെ തകർക്കുന്ന ഒരവസ്ഥയുമാണ്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ സ്റ്റീറോയിഡ് ഉപയോഗിക്കരുത്. ഇങ്ങനെ സ്റ്റീറോയിഡ് ഉപയോഗിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹോർമോണുകളിൽ വ്യതിയാനം വരുന്നു. അതായത് ഹോർമോണിൽ വ്യതിയാനം വരുന്നു എന്ന് പറഞ്ഞാൽ ടെസ്റ്റോസ്റ്ററോൺ കുറയുന്നു, കോർട്ടിസോൾ കൂടുന്നു, അതുപോലെ തന്നെ പ്രൊലാക്റ്റിൻ എന്ന ഹോർമോൺ കൂടുന്നു. ഇങ്ങനെ പ്രൊലാക്റ്റിൻ എന്ന ഹോർമോൺ കൂടുന്നതുകൊണ്ട് ലൈംഗികമായിട്ടുള്ള താല്പര്യം പോലും ഇല്ലാതെയാവും. ടെസ്റ്റോസ്റ്ററോൺ കുറയുന്നതുകൊണ്ട് ലൈംഗികമായിട്ടുള്ള ശേഷിക്കുറവ് അനുഭവപ്പെടും. കോർട്ടിസോൾ കൂടുതലാകുകയാണെങ്കിലും ഇതേ അവസ്ഥ തന്നെയാണ് കണ്ടുവരുന്നത്. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ, സ്റ്റീറോയിഡ് ഉപയോഗിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ അത് ഉപയോഗിക്കരുത്. ഡോക്ടർ പറയുന്ന പോലെ ഡോസ് കുറയ്ക്കേണ്ട സമയത്ത് കുറയ്ക്കണം, കൂട്ടേണ്ട സമയത്ത് കൂട്ടണം. ഇവിടെയാണ് കാര്യം കിടക്കുന്നത്. അപ്പോൾ ആസ്മ രോഗികളെ സംബന്ധിച്ചിടത്തോളം സ്റ്റീറോയിഡ് അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അത് നിയന്ത്രിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ കുഴപ്പങ്ങളൊന്നുമില്ല. ലൈംഗിക ശേഷിക്കുറവ് ഉണ്ടാക്കുവാൻ സ്റ്റീറോയിഡിനെ പോലെ ഉതകുന്ന മറ്റൊരു മരുന്നില്ല. അതുകൊണ്ട് ലൈംഗിക ശേഷിക്കുറവ് കാണപ്പെടുകയാണെങ്കിൽ ആസ്മയ്ക്ക് ചികിത്സിക്കുന്ന ഡോക്ടറെയും കാണണം, അതുപോലെ തന്നെ ലൈംഗിക ശേഷിക്കുറവ് ചികിത്സിക്കുന്ന സെക്സോളജിസ്റ്റിനെയും കാണണം. ഇതുവഴിക്ക് ഒരു പരിഹാരം ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുന്നതാണ്. ഇനി ലൈംഗികമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഇവരേതെല്ലാം പൊസിഷനാണ് സ്വീകരിക്കേണ്ടത്? അതായത് പാർട്ട്ണർ ആർക്കാണോ കൂടുതലായി ആസ്മയുള്ളത്, ആസ്മ രോഗം ആർക്കാണോ ഉള്ളത്, ആ വ്യക്തി സ്വാഭാവികമായിട്ടും കൂടുതൽ ആക്ടിവിറ്റി ഇല്ലാത്ത രീതിയിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണം. അതായത് സ്ത്രീക്കാണ് ആസ്മയുള്ളതെങ്കിൽ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം താഴെ കിടക്കുന്നതാണ് എപ്പോഴും നല്ലത്. പുരുഷനാണ് ആസ്മയുണ്ടെങ്കിൽ പുരുഷൻ താഴെ കിടക്കുകയും സ്ത്രീ ആക്റ്റീവായിട്ട് ലൈംഗിക ബന്ധത്തിലേക്ക് വരുന്നതുമാണ് നല്ലത്. സൈഡ് ടു സൈഡ് പൊസിഷൻ ആസ്മ രോഗികൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പൊസിഷനാണ്. ഇനി പൊസിഷൻ്റെ മാത്രമല്ല, ആക്ടിവിറ്റി കൂടുതലായി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ആസ്മ അവിടെ ഉടലെടുക്കും. അങ്ങനെ ആസ്മ ഉടലെടുക്കുകയാണെങ്കിൽ അതിനുള്ള പരിഹാരം, അതായത് മുൻകൂട്ടി ഇൻഹേലർ ഉപയോഗിക്കുകയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു. എന്നിട്ടും അങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഡോക്ടറെ കണ്ട് പരിശോധന നടത്തേണ്ടതുണ്ട്. എന്താണ് കാരണമെന്നുള്ളത് കണ്ടുപിടിക്കേണ്ടതുണ്ട്. നാം ഇതുവരെ പറഞ്ഞത് ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന ശ്വാസമുട്ടാണ്. ഇതല്ലാതെയും ശ്വാസമുട്ടുണ്ടാകാം. ചില വ്യക്തികൾക്ക് ഹൃദയത്തിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട്, അതിൻ്റെ വാൽവിൻ്റെ തകരാറ് കൊണ്ട്, അതുപോലെ തന്നെ മറ്റു രീതിയിലുള്ള ഹാർട്ടിൻ്റെ അറ്റാക്ക് വരുന്ന ഒരവസ്ഥയിൽ, അത്തരം അവസ്ഥയിലൊക്കെ ശ്വാസമുട്ട് അനുഭവപ്പെടാം.
അങ്ങനെയുള്ള ശ്വാസം മുട്ടും ഇതും ഒന്നായി കാണരുത്. അതിന് ചികിത്സിക്കേണ്ടത് കാർഡിയോളജിസ്റ്റാണ്. അപ്പോൾ ഹൃദ്രോഗ സംബന്ധമായ ഇത്തരം പ്രശ്നങ്ങൾ കൊണ്ട് ഏതെങ്കിലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ശ്വാസം മുട്ട് അനുഭവപ്പെടുകയോ അല്ലെങ്കിൽ നെഞ്ചുവേദന അനുഭവപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ അതിന് വേറെ രൂപത്തിലുള്ള ചികിത്സയാണ് നൽകേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ ശ്വാസം മുട്ട് അനുഭവപ്പെടുകയാണെങ്കിൽ നമുക്ക് ലൈംഗികമായി മുന്നോട്ട് പോകുവാൻ കഴിയില്ല. അപ്പോൾ എപ്പോഴാണോ ശ്വാസം മുട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അനുഭവപ്പെടുന്നത് ആ സമയത്ത് അത് നിർത്തുന്നത് തന്നെയാണ് നല്ലത്. തുടർന്ന് ലൈംഗിക ബന്ധത്തിലേക്ക് പോവുകയാണെങ്കിൽ ചിലപ്പോൾ അത് അറ്റാക്കിലേക്ക് പോകാം, അതുപോലെ തന്നെ മറ്റ് പ്രശ്നങ്ങളിലേക്ക് പോകാം. അങ്ങനെ പ്രശ്നങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ പരിഹാരമില്ലാത്ത ഒരവസ്ഥയിലേക്ക് പോകാറുണ്ട്. ഇതിനെല്ലാമുള്ള പരിഹാരമാർഗം ശരിയായ ചെക്കപ്പ്, അതായത് ശ്വാസകോശത്തിൻ്റെയും അതുപോലെ ഹൃദയത്തിൻ്റെയും ചെക്കപ്പ് നടത്തിയിട്ട് എന്താണ് ഇതിൻ്റെ കാരണമെന്നുള്ളത് കണ്ടുപിടിക്കുകയാണ്. ആ കാരണങ്ങൾക്കനുസരിച്ചുള്ള മരുന്ന് കഴിച്ചുകൊണ്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതായിരിക്കും നന്നാകുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുവാനും താല്പര്യപ്പെടുന്നു. ലൈംഗിക പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ഏതെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇവിടെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ അതിന് വാട്സപ്പ് വഴി ഞങ്ങൾക്ക് മറുപടി നൽകുവാൻ കഴിയും. ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ബുക്ക്ലെറ്റുകൾ സൗജന്യമായി ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ISRM എന്ന് ടൈപ്പ് ചെയ്ത് വാട്സപ്പ് ചെയ്താൽ മതി. PDF ഫോർമാറ്റിലുള്ള ബുക്ക്ലെറ്റുകൾ ഞങ്ങൾ വാട്സപ്പ് വഴിക്ക് നിങ്ങൾക്ക് അയച്ചു നൽകുന്നതാണ്. നന്ദി, നമസ്കാരം.